കേന്ദ്ര ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സമസ്ത മേഖലകളിലും ഉൽപാദന വർധനവിനും ഊന്നൽ നൽകുന്നതായിരിക്കും ബജറ്റ്. രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം വാങ്ങിയ ശേഷം 11 മണിയോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും. രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ നിലവിൽ പ്രാബല്യത്തിൽ വന്നതിനാൽ ഇത്തവണ നികുതി ഇളവിന് സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും എല്ലാ മേഖലയിലും നിക്ഷേപവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും. കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് പണം മാറ്റിവെക്കുന്നതോടൊപ്പം പുതിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉണ്ടാകും. അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരളത്തിന്റെ പ്രതീക്ഷ. കൂടാതെ 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, കാർഷിക മേഖലയിൽ പ്രത്യേക പദ്ധതി ഉൾപ്പെടെ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്കാണ് യുവതലമുറ കാത്തിരിക്കുന്നത്. ജനം, ഡൽഹി.